ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് ഗേസ് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് മോർണിംഗ് മുതൽ നമ്മൾ ന്യൂസിൽ കാണുന്നതാണ് പവിത്രൻ എന്ന് പറയുന്ന ഒരു തഹസീൽദാർ കാണിച്ച ക്രൂരമായ വിനോദം. കാരണം നമ്മൾ രഞ്ജിതയെക്കുറിച്ച് വെറും മോശമായ രീതിയിലൊരു കമൻ്റ് ഇടുകയും അത് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തിട്ട് മാളത്തിൽ പോയി ഒളിച്ചിരുന്നു. കാരണം ഇയാളുടെ പേര് പവിത്രൻ എന്നാണ്. പക്ഷേ ഇയാൾക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ആനന്ദ ആശ്രമം അങ്ങനെ എന്തോ ഒരു പേരിലാണ് ഇയാളുടെ അക്കൗണ്ട് ഉള്ളത്. ആ അക്കൗണ്ടിൽ ഇതിന് മുമ്പും ഇയാളൊരു നമ്മുടെ പാർട്ടിയിലുള്ള ഉയർന്ന ഇതിലിരിക്കുന്ന ഒരു വ്യക്തിനെ അപമാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇയാൾ പല പോസ്റ്റുകളും പല രീതിയിലും ക്രൂരമായ രീതിയിലാണ് ഇയാൾ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുകയും എടുക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് രഞ്ജിതയെക്കുറിച്ച് പറഞ്ഞതാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇയാൾ ഈ ഇത്രയും ഉയർന്ന ഒരു പോസ്റ്റ് ഇരുന്നിട്ട് എന്തിനാണ് ഇയാളിത് ചെയ്തതെന്നാണ് ആലോചിക്കുന്നത്. കാരണം ഇയാൾ ഇത്രയും തഹസീൽദാർ എന്ന് പറയുന്നൊരു നിസ്സാര പോസ്റ്റല്ല. കാരണം അത്രയും വലിയൊരു പോസ്റ്റാണ്. അയാൾ ഒരു നാടിൻ്റെ കാര്യങ്ങളായാലും എല്ലാം രീതിയിൽ നോക്കേണ്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇങ്ങനെ ഒരു സ്ത്രീ അപമാനിച്ച് ഒരു പോസ്റ്റ് ഇട്ടത് എന്തിനാണെന്നാണ് അറിയേണ്ടത്. ഇയാൾക്ക് എന്താണ് അതിൽ സന്തോഷം കിട്ടിയത്? ഇയാളൊരു ക്രൂരനായതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ഇട്ടത്. ഇയാൾക്കൊന്നും ഒരിക്കലും ഈ ഒരു സ്വസ്ഥതയിൽ ഇരിക്കാനോ ഇല്ലെങ്കിൽ ഈ ഒരു ജോലി ചെയ്യാനോ ഇങ്ങനൊരു ഗവൺമെൻറ്റിൻ്റെ സർവീസിൽ ഇരിക്കാനോ ഓരോ അധികാരവും ഇയാൾക്കില്ല. കാരണം ഇത്രയും നീചമായ ഒരു മനുഷ്യൻ, അത് ചില ജാതി പറഞ്ഞായിരിക്കാം ചിലത് ഇടുന്നത്, എന്തൊക്കെ മോശമായ രീതിയിൽ ആ അക്കൗണ്ടിൽ അയാൾ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, അയാൾ ഒരു തഹസീൽദാരല്ലേ, അതിൻ്റെ ഒരു വിവരം ഒന്നും അയാൾക്ക് വേണ്ടായിരുന്നോ? ഇപ്പം അയാളുടെ ഉദ്യോഗസ്ഥത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ പറയും. അയാൾക്കിനി ആ ജോലിയിൽ ഇരിക്കാൻ ഓരോ അധികാരം ഗവൺമെൻറ് കൊടുക്കരുത്. അയാൾക്ക് അതിനുള്ള യോഗ്യതയില്ല ആ മനുഷ്യന്. സ്ത്രീകൾ ഇത്ര രീതിയിൽ നിഗൂഢമായ ഒരു എന്താ പറയുക, ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല. കാരണം നമുക്ക് ഈ ഫേസ്ബുക്ക്, ഞാൻ ഉള്ളത് കൂട്ടുകാരെ, നമ്മുടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇതേ കുറേ ഫേക്കിൽ വന്ന് സ്ത്രീകളെ അപമാനിക്കുന്ന ആൾക്കാരുണ്ട്. അത് നിർത്തണം. കാരണം അത് മോശമാണ്. കാരണം അവരെയും പ്രസവിച്ചൊരു സ്ത്രീയാണ്, ഇല്ലെങ്കിൽ പവിത്രനെയും പ്രസവിച്ചൊരു സ്ത്രീയാണ്. ഈ പവിത്രനും കാണും സഹോദരങ്ങൾ, ഭാര്യ കാണും, മക്കൾ കാണും, ഇവരെല്ലാം കാണത്തില്ലേ? എന്നിട്ട് ഇത്രയും ഒരു വൃത്തികെട്ട രീതിയിലൊരു കമൻറ്റ് ഒരു സ്ത്രീക്കെതിരെ നടത്തിയാൽ അതിന് എത്രയും പെട്ടെന്ന് നടപടി എടുക്കണം. അയാളെ അറസ്റ്റ് ചെയ്യണം. അയാളെ ചെയ്ത പ്രവർത്തിക്ക് അതിന് തക്കതായ ശിക്ഷയും നൽകണം. കാരണം പണ്ടൊക്കെ ആൾക്കാർ ഇത്രയും വിവരം ഇല്ലാതെ ഓരോന്ന് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ മനുഷ്യർക്ക് എന്താ പ്രാന്താണോ? ഇയാൾക്ക് പ്രാന്താണ്. ഇങ്ങനെ ചെയ്യുമോ? വിവരം വേണ്ടേ മനുഷ്യർക്ക്? വിവരം. രഞ്ജിതയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഇയാൾ എന്ത് വിചാരിച്ചു? ഇത് ആരും ശ്രദ്ധിക്കില്ല, അങ്ങ് എഴുതി വെച്ചിട്ട് അങ്ങ് ഓടാന്ന്. പക്ഷെ ആൾക്കാർ കണ്ടുപിടിച്ചു. അപ്പം തന്നെ ഓടി വന്ന് മെസ്സേജ് അങ്ങ് ഡിലീറ്റ് ചെയ്ത്. ഇയാൾ അറിഞ്ഞില്ല പല ആൾക്കാർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ചിന്തിച്ചില്ല. മോശം, ഭയങ്കര മോശം. ഉള്ളത് പറയാണ് ഗൈസ്, ഭയങ്കര മോശം. മനുഷ്യർ ഇത്രയ്ക്ക് നീചന്മാരാണോ ചിന്തിച്ചു പോവുക? ഇയാളൊക്കെ ചോറല്ലേ വാരി കഴിക്കുന്നത്, അതോ മണ്ണാണോ വാരി തിന്നുന്നത്? ഇങ്ങനൊരു സർവീസിലിരുന്നിട്ട് ചെയ്യേണ്ടാത്ത വൃത്തികേടൊക്കെ പറയാനും എഴുതാനും ഇതൊക്കെ ആരെ ലൈസൻസ് കൊടുത്തത്? തഹസീൽദാരും ആണെന്നുപോലെ. തഹസീൽദാർ. ഇത്രയാണ് കേസ് പറയാനുള്ളത്. കാരണം എനിക്ക് പ്രഷർ കൂടും. കാരണം ഇങ്ങനെയുള്ള അലവലാദികളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഉള്ളത് പറയാം. ഞാനും ഒരു സ്ത്രീയാണ്. ഇത്ര മോശമായ രീതികൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇയാൾക്ക് എന്താ സ്ത്രീകളെ കാണുമ്പോൾ ഇത്ര അസുഖം? എന്താ ഇയാളെ ഇനി പുറത്തോട്ട് വിട്ടേക്കരുത്. അവിടെ തന്നെ അറസ്റ്റ് ചെയ്തെങ്കിൽ അറസ്റ്റ് ചെയ്തെടുത്താൽ അയാൾ അവിടെ ഇരുത്തണം. ഓക്കെ ഗൈസ്, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ ബൈ.